ഹായ് പ്രിയപ്പെട്ടവരെ, ആംഗ്ലിക്കൻ സഭയുടെ വെയിൽസ് രൂപതയിൽ ലെസ്ബിയൻ, അതായത് സ്വർഗരതിക്കാരിയായ ഒരാളെ ആർച്ച് ബിഷപ്പായി വാഴിച്ചിരിക്കുന്നു എന്ന വാർത്ത ഈയിടെ കേട്ടു. ഇതിനും ഒരു മാസം മുൻപാണ് ഈ ആംഗ്ലിക്കൻ സഭയുടെ പരമോന്നത സ്ഥാനത്ത് അവരുടെ പോപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കാർബൻഡറി ആർച്ച് ബിഷപ്പായി ഒരു വനിത ചുമതലയേറ്റത്. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. 2000 വർഷത്തെ 20 നൂറ്റാണ്ട് കാലത്തെ സഭാ പാരമ്പര്യങ്ങളും ക്രൈസ്തവ മൂല്യങ്ങളും സുവിശേഷ സത്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സഭാതലവൻ്റെ സ്ഥാനത്ത് ഒരു വനിതയെ പ്രതിഷ്ഠിച്ചതും ഇപ്പോൾ ഇതാ വെയിൽസ് രൂപതയ്ക്ക് ലെസ്ബിയനായ ആർച്ച് ബിഷപ്പിനെ നൽകിയിരിക്കുന്നതും എന്ന് തിരിച്ചറിയണം. മറ്റു പല ക്രൈസ്തവ സഭകളിൽ നടക്കുന്നത് നമുക്കും അനുകരിച്ചുകൂടെ? എന്താണ് കുഴപ്പം? സ്ത്രീ വിവേചനം ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പല ക്രൈസ്തവ സഭകളിലും പിശാചുക്കൾ പിടിമുറുക്കി അതിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും പിശാച് സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിയണം. അപ്പോൾ ദൈവിക നാമത്തിൽ ഇന്ന് നാം കേൾക്കുന്ന ക്രിസ്തുവിൻ്റെ സഭകൾ എല്ലാം ദൈവികമല്ല, പൈശാചിക സഭകളുമുണ്ട് തിരിച്ചറിയണം. സ്വർഗരതി പാപമാണോ പുണ്യമാണോ എന്നുള്ളത് ഇരുപക്ഷത്തും ന്യായീകരണങ്ങൾ നിരത്തി അത് ശരിയാണെന്നും തെറ്റാണെന്നും ഒക്കെ വാദിക്കാവുന്ന തരത്തിലുള്ള അവ്യക്തമായ വിശദീകരണമല്ല അത് സംബന്ധിച്ച് ബൈബിളിലുള്ളത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന വാക്കുകളാണ് ഇത് മ്ലേച്ഛത, ശാപകരമായ പാപമാണ് എന്നുള്ളത്. അങ്ങനെ എഴുതി വെച്ച ലിഖിതം ബൈബിള് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന സഭകൾ ഇത്തരം വൈകൃതങ്ങൾ കാണിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ശരിയായ ദൈവിക സഭയുടെ തീരുമാനങ്ങൾക്കും തത്വങ്ങൾക്കുമൊക്കെ എതിരെ ഒരു വികൃത അനുകരണമായി ചില സഭകളിലൂടെ പിശാചുക്കൾ പ്രവർത്തിക്കും. അപ്പോൾ ബ്ലാക്ക് മാസുകാർ, സാത്താൻ ആരാധകർ എന്ന് പറയുന്നവർ സാത്താൻ്റെ സഭക്കാരാണ് എന്നത് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, ക്രിസ്തീയ സഭകളുടെ ലെവലും സാത്താൻ്റെ സഭകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. നേരിട്ട് എല്ലാ തരത്തിലും സാത്താൻ ആരാധന ഉള്ളവരെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് പൈശാചിക സഭയാണോ ദൈവിക സഭയാണോ എന്നുള്ളത് തിരിച്ചറിയാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് പൈശാചിക ആധിപത്യമുള്ള സഭകളിൽ നടക്കുന്നതൊന്നും നമ്മുടെ കത്തോലിക്ക സഭയിൽ പരിഗണിക്കേണ്ട വിഷയം പോലും അല്ലാന്ന് തിരിച്ചറിയണം.